46ാമത് പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസമാണ്. ഈ സമാപന ദിവസത്തെ മത്സരങ്ങൾ വ്യത്യസ്തത ഈ ഗോത്രവർഗ കലകളുടെ മത്സരമാണ് വ്യത്യസ്തമാക്കുന്നത്. ഈ അവസാന ദിവസം ഇതിലെ പണിയ നൃത്തത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്ന പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ പണിയ നൃത്തത്തിൽ വയനാട് ഗോത്ര വർഗക്കാർക്കിടയിൽ അവരുടെ പണിയ കർഷകർക്കിടയിലുള്ള ഒരു കലയാണിത്. കർഷകർ കൃഷി സമയത്ത് ഇടവേളകളിൽ നൃത്തം ചെയ്യുന്ന ഒരു നൃത്തമാണിത്. ഈ നൃത്തം നമ്മുടെ ഈ മേഖലയിലൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ഒരു കലയാണ്. ഈ കലോത്സവത്തിൽ വളരെ സജീവമായിട്ട് തന്നെ ഓരോ ഈ വേദികൾ നിറഞ്ഞ സദസ്സാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വിജയികളായി ജില്ലയിലേക്ക് പോകുന്നത് പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളോട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നെത്തിയ ചന്ദ്രൻ മാഷ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരാണ് ഇതിൻ്റെ പരിശീലകർ. പിന്നെ നമ്മുടെ ടീച്ചറുണ്ട് ഉൾപ്പെടെയുള്ളവർ. ആദ്യം നമുക്ക് കുട്ടികളിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ മത്സരത്തെ നിങ്ങൾ എങ്ങനെ ഇതിന് പരിശീലനവും എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മത്സരം തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണമൊക്കെ? ഞങ്ങളുടെ പ്രിൻസിപ്പളിന്റെ വീട് വയനാടാ. അപ്പൊ പുള്ളിക്ക് നല്ല ഇഷ്ടാ ഞങ്ങൾ ഇത് കളിക്കണതൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു സാറ്. അപ്പൊ സാറിന്റെ സപ്പോർട്ടൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഇതിൽ നല്ല താല്പര്യം തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തന്നെ ഫസ്റ്റ്, പക്ഷെ ജില്ലയിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും ജില്ലയിൽ പോകും. ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിൽ പോകും. എന്തായാലും ഉഷാറാവട്ടെ. പിന്നെ വേറെ നിങ്ങൾ എത്ര ദിവസം എടുത്താണ് ഇതിന്റെ? ഞങ്ങൾ ആകെ ഒരു ദിവസം കൊണ്ട് പഠിച്ചത് അതൊക്കെ. പക്ഷെ ഞങ്ങൾ മുന്നത്തെ ഒരു കളിച്ചതിന്റെ പരിചയത്തിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇപ്പൊ സ്റ്റേജിൽ അവതരിപ്പിച്ചത്. അതിന് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്ന അധ്യാപകരൊക്കെ? 2 സാർമാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഈ പണിയ നൃത്തമൊന്നും ഇങ്ങനെ ഗോത്ര കലകൾ അറിയാത്ത കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഇങ്ങനെ പരിശീലനം കൊടുക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്താണ് നിങ്ങൾക്ക് പറയാൻ? നമുക്ക് അധികം ക്ലാസ് ഒന്നും പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ സ്കൂളിലെ മാസ്റ്റർ തന്നെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഒരു നൃത്തരൂപം ചെയ്യണം. അവർ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. അവർക്ക് ഓൾറെഡി അറിയാം അതിനെക്കുറിച്ച്, എന്താണെന്നറിയാം. പക്ഷെ ഞങ്ങൾ 1-2 ക്ലാസ് മാത്രം കൊടുത്തിട്ടുള്ളൂ വന്നിട്ട്. എന്നിട്ട് പോലെ അവർ ആ ഒരു കലയെ ഇത്രത്തോളം സ്റ്റേജിൽ ചെയ്തത് നമുക്ക് ഭയങ്കര ഒരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. കുട്ടികളിപ്പോൾ ജില്ലയിലേക്ക് മത്സരത്തിന് പോവുകയാണ്. അപ്പോൾ അതിലുള്ള ഒരു നിങ്ങളുടെ ഒരു സന്തോഷവും എങ്ങനെയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്? വളരെ സന്തോഷം. കഴിഞ്ഞ വർഷം വരെ നന്നായി എഫർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്തതായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം അതേ ഐറ്റം തന്നെ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്ത് വരികയാണ് ചെയ്തത്. കാരണം ഇവർക്ക് അവിടുന്ന് എത്താനുള്ള പ്രയാസം കാരണം. അപ്പോൾ നന്നായി സ്കൂളിൽ നിന്ന് അതിനു വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നു. ക്ലാസ്സിൽ അവര് സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് ഇന്നലെ എത്തിയിട്ടാണ് ടീച്ചേഴ്സുമായിട്ട് ഒത്തുള്ളൊരു പ്രാക്ടീസ് ഉണ്ടായത്. കാരണം കഴിഞ്ഞ വർഷം കളിച്ചതിന്റെ ആ പരിചയത്തിൽ തന്നെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അപ്പൊ ഇനി മുന്നോട്ട് പോയി സ്റ്റേറ്റിലെത്തണം എന്നാണ് ആഗ്രഹം. പിന്നെ ഞങ്ങൾക്ക് രണ്ട് ദിവസമല്ല, ഒരു ദിവസം വയനാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നല്ലാത്ത ഞങ്ങളെ എന്തേലും ആക്കി തീർത്തത് ആ സാറുമാരാണ്. ചന്ദ്ര സാറും ടീച്ചറും സാറും. അവരില്ലെങ്കിൽ ഞങ്ങൾ അത്ര പെർഫെക്റ്റ് ആവില്ലായിരുന്നില്ല. ഇതിലെ പാട്ട് കാടിൻ മകളോ നീയോ, കാടിൻ മനമോ നീയോ, കാട്ടുപിലി പോലത്തെ തിലകൊടിയോ, ചിപ്പി ചിപ്പി വെള്ളോ കണ്ണോ, രീ 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 രീ